ശത്രുക്കളുടെ ഏത് ആക്രമണങ്ങൾക്കും ശക്തമായ തിരിച്ചടി നൽകും. കനത്ത മുന്നറിയിപ്പുമായി ഇറാൻ ഭാവി ആക്രമണങ്ങൾക്ക് കൂടുതൽ ശക്തവും കഠിനമായ രീതിയിൽ തിരിച്ചടി നൽകുമെന്നാണ് താക്കീത്. ഇറാൻ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ നടന്ന നിർണായകമായ ഓപ്പറേഷൻ മിർസാദ് വാർഷികത്തോടനുബന്ധിച്ച് തസ്നീം വാർത്താ ഏജൻസി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇറാന്റെ പ്രതികരണം. രാജ്യം എപ്പോഴേക്കാളും ജാഗ്രതയിലാണെന്നും ശത്രുക്കളുടെ ഏതൊരു ഭീഷണിയും ഗൂഢാലോചനയും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും സൈന്യം വ്യക്തമാക്കി. ഇറാന്റെ സ്വാതന്ത്ര്യവും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കുന്നത് തുടർന്ന് ഉറപ്പുവരുത്തുമെന്നും ശത്രുപക്ഷത്തു നിന്നുള്ള അധിനിവേശ ശ്രമങ്ങൾക്ക് അതിശക്തമായ മറുപടി നൽകുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം തന്ത്രപരമായ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വെള്ളി ശനി ദിവസങ്ങളായി മേഖലയിലെ കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ഫലപ്രദമായ ചർച്ചകൾ നടന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ഭഗായി അറിയിച്ചിരുന്നു. എങ്കിലും ഹോർമുസ് കടലിടുക്കിലെ നിലവിലെ സ്ഥിതിഗതികളിൽ മാറ്റമൊന്നുമില്ലെന്നും വഴി അടഞ്ഞു തന്നെ കിടക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുമായി ഈ ചർച്ചകൾക്ക് യാതൊരു ബന്ധമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിൽ നേരെ നടന്ന സൈനിക അധിനിവേശത്തിൽ പ്രധാന ഉത്തരവാദി അമേരിക്കയാണെങ്കിലും മേഖലയിലെ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ യുദ്ധത്തിൽ പങ്കാളികളായ കാര്യം അവഗണിക്കാൻ കഴിയില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ഭഗായി ആരോപിച്ചു. എന്നാൽ ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് അദ്ദേഹം പേരെടുത്തു പറഞ്ഞില്ല. ഇറാനെതിരായ നീക്കങ്ങളിൽ ഈ രാജ്യങ്ങൾ ഇനിമേൽ അമേരിക്കയോട് സഹകരിക്കില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം ഇറാന്റെ കപ്പൽ ആക്രമിക്കപ്പെട്ടതിൽ യുക്രൈന് നേരെ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടന് പുറമെ യുക്രൈനെയും ഇറാൻ വെല്ലുവിളിച്ചത് സംഘർഷം പടരുമെന്ന ആശങ്ക കൂട്ടുന്നതാണ്. അമേരിക്കയെ കൃത്യവും തീവ്രവുമായി തിരിച്ചടിക്കാൻ ഇറാനെ റഷ്യ സഹായിക്കുന്നുവെന്ന് നേരത്തെ ആരോപണം ഉണ്ടായിരിക്കെയാണ് ഇറാൻ കപ്പൽ യുക്രൈൻ ആക്രമിച്ച് നാവികൻ കൊല്ലപ്പെട്ടത്. ഇത് ഇസ്രായേലിന് വേണ്ടിയാണെന്നും തിരിച്ചടിക്കുമെന്നുമാണ് ഇറാന്റെ ഭീഷണി. അമേരിക്ക ഇറാൻ സംഘർഷം റഷ്യ യുക്രൈൻ പരിധിയിലേക്ക് കൂടി കടന്നാൽ വ്യാപക സംഘർഷമാകും ഫലമെന്നതാണ് ആശങ്ക. അതേസമയം ഹോർമോസിൽ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി തകർക്കുന്ന നിലവിലെ ആക്രമണം ലക്ഷ്യം നേടിയെന്നും ഇനിയും അത് തുടരുന്നതിൽ അർത്ഥമില്ലെന്നും സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ നിലപാടെടുത്തതായാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് വലിയ സൈനിക നീക്കം വേണമെന്നും അതിനുള്ള അനുമതി കാക്കുകയാണ് എന്നതുമാണ് കരുതുന്നത്. എന്നാൽ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ 3 ദിവസമായി പുതിയ സംഘർഷം ഉണ്ടായില്ല എന്നത് ലോകത്തിന് ആശ്വാസമേകുന്നതാണ്. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നാളെ അമേരിക്കയിലെത്തും. ശേഷം നടക്കുന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച ഇറാൻ യുദ്ധത്തിന് നിർണായകമാകുമോ എന്ന് കണ്ടറിയണം. കൂടാതെ അമേരിക്കയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആദ്യ ഉപാധി ലെബനിൽ നിന്നുള്ള ഇസ്രായേൽ പിന്മാറ്റമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി അറിയിച്ചത്. സംഘർഷത്തിൽ നിന്നുള്ള താൽക്കാലിക ഇടവേളയിൽ ഇറാൻ തങ്ങളുടെ ആവശ്യങ്ങൾ ശക്തമാക്കുന്നതിന്റെ സൂചനയാണ് പരമോന്നത നേതാവ് നൽകിയത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.